Hi friends, it's me Priya Hari Prasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേബർ മാർക്കറ്റ്. എന്താണ് ലേബർ മാർക്കറ്റ്, എങ്ങനെയാണ് ലേബർ മാർക്കറ്റിൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ആൻഡ് PG ലെവൽ സ്റ്റുഡൻസിനും നെറ്റ് സെറ്റ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് ലേബർ മാർക്കറ്റ് അല്ലേ? ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഇമാജിനേഷനാണ്. അതായത് ബയേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിൽ എന്താ പറയുക കോണ്ടാക്ട് ചെയ്യുന്ന പോലെ ഇത് ലേബർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു അരണയാണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനേഷനാണ്. ഇവിടെ എംപ്ലോയേഴ്സും എംപ്ലോയീസും എന്ത് ചെയ്യാണ്, ഇൻ്ററാക്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ വേജ് റേറ്റ് ഓർ ജോബ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഈ എംപ്ലോയറുടെ കണ്ടീഷൻ, എംപ്ലോയീസിൻ്റെ കണ്ടീഷൻ, ഇതെല്ലാം ഈ ആ ഒരു റിലേഷൻഷിപ്പും അതുപോലെ ആ കണ്ടീഷൻസും വേജ് റേറ്റ് സെറ്റ് ചെയ്യുക, അങ്ങനെയെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അരണയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലേബർ മാർക്കറ്റ് ഈസ് ദ അരണ വെയർ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഇൻ്ററാക്ട് ഈച്ച് അതർ അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? ടു ഡിറ്റർമിൻ എംപ്ലോയ്മെൻറ്റ് റിലേഷൻഷിപ്സ് ഓർ വേജ് റേറ്റ്, അല്ലെങ്കിൽ ജോബ് കണ്ടീഷനിൽ എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നതിനും ഒരു എഗ്രിമെൻറ്റിൽ അറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലേ ഉള്ള ഈ എംപ്ലോയേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും എന്തായിരിക്കും ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടാവും. അതിനെല്ലാം ടോട്ടലിയാണ് നമ്മൾ ഈ ലേബർ മാർക്കറ്റ് എന്ന് പറയുക. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ലേബർ മാർക്കറ്റിൽ നമ്മൾ പറയാനുണ്ട്. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും. ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് ആരാണ് ഡിമാൻഡ് ചെയ്യുക? ഫ്രം ദ സൈഡ് ഓഫ് എംപ്ലോയേഴ്സ് അല്ലേ. എംപ്ലോയേഴ്സിൻ്റെ സൈഡിൽ നിന്നുമാണ് വരിക. എന്ന് വെച്ചാൽ എംപ്ലോയേഴ്സ് സീക്കിംഗ് വർക്കേഴ്സ്. എംപ്ലോയേഴ്സ് ആരെ റിക്വയർ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്? തൊഴിലാളികളെ ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ. അതാണ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കാം ആവശ്യപ്പെടുക അല്ലേ, ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരിക്കാം, പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കാം. അവരെല്ലാം നമുക്ക് ടോട്ടലി നമുക്ക് എന്തെന്ന് പറയാം? എംപ്ലോയേഴ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ എംപ്ലോയേഴ്സ് എന്ത് ചെയ്യാറ് ആവശ്യപ്പെടാറുണ്ട്? ആരെ സീക്ക് ചെയ്യാറുണ്ട്? വർക്കേഴ്സിനെ സീക്ക് ചെയ്യാറുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്. സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് വർക്കേഴ്സാണ് അല്ലേ. അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു പർട്ടിക്കുലർ വേജ് റേറ്റിന് എത്ര വർക്കേഴ്സ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്ന ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് സപ്ലൈ ഓഫ് ലേബർ എന്ന് നമ്മൾ പറയുക. ശരിയല്ലേ. ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ ഈ വേജ് റേറ്റിൽ ഇന്ന ജോലിക്ക് ഇത്ര ജോലിക്കാർ റെഡി ആയിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ അല്ലേ. അപ്പം അതാണ് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ലേബർ മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള രണ്ട് ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ പറയണം. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും. ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് ഫ്രം ദ സൈഡ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. എന്ന് വെച്ചാൽ എംപ്ലോയേഴ്സ് സീക്കിംഗ് വർക്കേഴ്സ് എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ സപ്ലൈ ഓഫ് ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഫ്രം ദ സൈഡ് ഓഫ് വർക്കേഴ്സ് ആണ് അല്ലേ. അവർ എത്ര പേര് റെഡിയാവുന്നു വർക്ക് ചെയ്യാനായിട്ട്, അതാണ് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലേബർ മാർക്കറ്റിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ലേബർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ റെപ്രസെൻറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്കേഴ്സ് ദാറ്റ് എംപ്ലോയേഴ്സ് ആർ വില്ലിംഗ് ടു ഹയർ അറ്റ് വേരിയസ് വേജ് റേറ്റ്സ് അല്ലേ. വേരിയസ് വേജ് റേറ്റ്സിൽ എംപ്ലോയേഴ്സ് എത്ര വർക്കേഴ്സിനെ ഹയർ ചെയ്യാൻ റെഡിയാണ്, അതാണ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ റെപ്രസെൻറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്കേഴ്സ് that employers are willing to hire at various wage rates. അതായത് ഡിഫറെൻറ്റ് വേജ് റേറ്റ്സിൽ എത്ര തൊഴിലാളികളെ ഹയർ ചെയ്യാനായിട്ട്, ജോലിക്ക് എടുക്കാനായിട്ട് എംപ്ലോയേഴ്സ് റെഡിയാണോ ആ അളവിനെയാണ്, എത്ര ലേബേഴ്സിനെ ജോലിക്ക് എടുക്കാൻ റെഡിയാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുക. ദെൻ സപ്ലൈ ഓഫ് ലേബർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. വൈൽ സപ്ലൈ ഓഫ് ലേബർ റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് പീപ്പിൾ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു വർക്ക് അറ്റ് ദോസ് സെയിം വേജ് റേറ്റ്സ്. ആ പ്രൊഡ്യൂസേഴ്സ് റെഡിയായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് റെഡിയായിട്ടുള്ള ആ വേജ് റേറ്റിന് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള വില്ലിങ്നെസ്സും ഏബിളും അല്ലേ. നമുക്കറിയാം ജോലി ചെയ്യാനുള്ള ആ ഒരു വില്ലിങ്നെസ് ഉണ്ടാവണം അല്ലേ. ജോലി ചെയ്യാനുള്ള മനസ്സും ഉണ്ടാവണം, അതുപോലെ തന്നെ കഴിവും ഉണ്ടാവണം, എബിലിറ്റി ഉണ്ടാവണം, ഫിസിക്കലി ഏബിൾ ആയിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ആ വേജ് റേറ്റിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. കറക്റ്റ് അല്ലേ. അപ്പം അങ്ങനെ എത്ര പേര് റെഡി ആയിട്ടുണ്ട് എന്നുള്ള ആ ഒരു നമ്പർ ഉണ്ടാവില്ല, അതിനെയാണ് നമ്മൾ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുക അല്ലേ. സപ്ലൈ ഓഫ് ലേബർ റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് പീപ്പിൾ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു വർക്ക് അറ്റ് ദോസ് സെയിം വേജ് റേറ്റ്സ്. കറക്റ്റ് അല്ലേ.
അപ്പം ഇനി നമുക്കറിയാം ഈ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആവുന്ന ആ ഒരു പൊസിഷൻ തന്നെയാണ്, പോയിന്റ് തന്നെയാണ് അല്ലേ. ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദീസ് ഫോഴ്സസ്, ഈ രണ്ട് ഫോഴ്സസിൻ്റെയും ഇൻറ്ററാക്ഷൻ ആണ് ആക്ച്വലി ഡിറ്റർമിൻസ് ദ ഇക്വിലിബ്രിയം വേജ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ലെവൽസ്. ലേബർ മാർക്കറ്റിലെ ഇക്വിലിബ്രിയം വേജ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ രണ്ട് ഫോഴ്സസിൻ്റെയും എന്ത് തന്നെയാണ്, ഇൻറ്ററാക്ഷൻ തന്നെയാണ്. ശരിയല്ലേ. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും എപ്പോഴാണോ ഈക്വൽ ആവുന്നത് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, വേജ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അത് ഇക്വിലിബ്രിയം വേജ് റേറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ആ ഒരു ലെവലിൽ എത്ര എംപ്ലോയ്മെൻറ്റ് ആവശ്യമുണ്ടോ അതായിരിക്കും ലേബർ മാർക്കറ്റിലുള്ള കറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ലെവൽ എന്ന് പറയുന്നതും. അപ്പം വേജ് റേറ്റ് മാത്രമല്ല എംപ്ലോയ്മെൻറ്റ് ലെവലും ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ രണ്ട് ഫോഴ്സസിൻ്റെ ഇൻറ്ററാക്ഷൻ കാരണമാണ്. ഏതാണ് രണ്ട് ഫോഴ്സസ്? ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും. ഡിമാൻഡ് ഫോർ ലേബർ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ എംപ്ലോയർ എന്ത് ചെയ്യാണ്, ഒരു പർട്ടിക്കുലർ വേജ് റേറ്റിൽ എത്ര ജോലിക്കാരെ വെക്കാൻ അല്ലേ ഹയർ ചെയ്യാൻ റെഡിയാണ്, അതാണ് ഡിമാൻഡ് ഫോർ ലേബർ. എത്ര പേര് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു പ്രിവെയിലിംഗ് വേജ് റേറ്റിൽ എത്ര പേര് ഏബിൾ ആണ്, എത്ര പേര് വില്ലിംഗ് ആണ് ജോലി ചെയ്യാൻ, അതാണ് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഇൻറ്ററാക്ഷൻ പോയിന്റ് അല്ലെ, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ ദ ഡിമാൻഡ് ഫോർ ലേബർ ആൻഡ് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ലേബർ മാർക്കറ്റിൽ ആ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം പോയിന്റിൽ വെച്ചിട്ട് എന്താണ് വേജ് റേറ്റ് ഫിക്സ് ചെയ്യും. അത് ഇക്വിലിബ്രിയം വേജ് റേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അത് ആ വേജ് റേറ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർക്കും ഫേവറബിൾ ആയിരിക്കും, അതായത് എംപ്ലോയർക്കും എംപ്ലോയിക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു വേജ് റേറ്റ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പം ഈ ഇക്വിലിബ്രിയം വേജ് റേറ്റിനേക്കാളും മുകളിലേക്ക് വേജ് പോകുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് വില്ലിങ് ആയിരിക്കില്ല. കറക്റ്റ് അല്ലേ? പ്രൊഡ്യൂസേഴ്സ് അത്രയും ഡിമാൻഡ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കില്ല. അതേപോലെ തന്നെ ഇക്വിലിബ്രിയം വേജ് റേറ്റിനേക്കാളും താഴോട്ട് വേജ് വരികയാണെങ്കിൽ ഈ ലേബേഴ്സ് ദേ വിൽ നോട്ട് റെഡി ടു വർക്ക് അല്ലേ, അവർ റെഡി ആവില്ല വർക്ക് ചെയ്യാൻ, അവർ പിന്മാറും. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബർ മാർക്കറ്റിൽ എപ്പോഴും ഇക്വിലിബ്രിയം വേജ് റേറ്റിനാണ് പ്രാധാന്യം. ഓക്കെ, അപ്പം ദ ലേബർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. നമ്മുടെ നോർമൽ ഡിമാൻഡ് കർവ് പോലെ തന്നെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അത് നമ്മൾ സാധാരണ ലോ ഓഫ് ഡിമാൻഡ്, അതേപോലെ തന്നെ സെട്രിയസ് പാരിബസ് അല്ലേ. സെട്രിയസ് പാരിബസ് പറഞ്ഞാൽ എന്താണ്? മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ലാതിരിക്കെ. എങ്ങനെയായിരിക്കും? ഡിമാൻഡ് ഫോർ ലേബറും വേജ് റേറ്റും തമ്മിൽ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണെന്ന് വെച്ചാൽ വേജ് റേറ്റ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് ഫോർ ലേബർ കുറയുകയും അതേപോലെ വേജ് റേറ്റ് കുറയുകയാണെങ്കിൽ ഡിമാൻഡ് ഫോർ ലേബർ കൂടുകയും ചെയ്യും. വേജ് റേറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ. ഓക്കെ, വേജ് റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വേജ് റേറ്റ് ഹയർ ദ വേജ് റേറ്റ് എന്താണ്? ഡിമാൻഡ് ഫോർ ലേബർ ഹൈ ആയിരിക്കും. അതല്ല വേജ് റേറ്റ് ഡിമാൻഡ് ഫോർ ലേബർ കുറവായിരിക്കും. കാരണം വേജ് റേറ്റ് കൂടിയാൽ പ്രൊഡ്യൂസേഴ്സ് എംപ്ലോയേഴ്സ് കൂടുതൽ പേരെ എടുക്കാനായിട്ട് അല്ലേ ഹയർ ചെയ്യാനായിട്ട് റെഡി ആവില്ല. അപ്പം ഈ ഓപ്പോസിറ്റ് റിലേഷൻ ഉണ്ട്. വേജ് റേറ്റ് ഹൈ ആണെങ്കിൽ ഡിമാൻഡ് ഫോർ ലേബർ ലോ ആയിരിക്കും. അതേപോലെ തന്നെ വേജ് റേറ്റ് ലോ ആണെങ്കിൽ ഡിമാൻഡ് ഫോർ ലേബർ ഹൈ ആയിരിക്കും അല്ലേ. കുറഞ്ഞ വേജ് ആണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ ലേബേഴ്സിനെ ഹയർ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും. ശരിയല്ലേ? അപ്പം ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ, അതായത് വേജ് റേറ്റും ഡിമാൻഡ് ഫോർ ലേബറും തമ്മിലുള്ള ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ definitely there will be a downward sloping curve for എന്തിന്? ഡിമാൻഡ് ഫോർ ലേബർ. ഡിമാൻഡ് ഫോർ ലേബറിന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. ഓക്കെ, അപ്പം the employers are willing to hire more workers at lower wages അല്ലേ. അവർ എപ്പോഴാണ് കൂടുതൽ വർക്കേഴ്സിനെ ഹയർ ചെയ്യാൻ റെഡി ആവുക? എംപ്ലോയേഴ്സ് അറ്റ് ലോവർ വേജസ്. അതേപോലെ തന്നെ ഫ്യൂർ വർക്കേഴ്സ് അറ്റ് ഹയർ വേജസ്. ഹയർ വേജ് ആണെങ്കിൽ കുറച്ച് വർക്കേഴ്സിനെ ആയിരിക്കും അവർ ഹയർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക, ജോലിക്ക് വെക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക അല്ലേ. അപ്പോൾ ഡിമാൻഡ് ഫോർ ലേബറും വേജ് റേറ്റും ഡിമാൻഡ് ഫോർ ലേബറും ഓപ്പോസിറ്റ് റിലേഷനിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഇനി നമ്മുടെ സപ്ലൈ ഓഫ് ലേബർ കർവ് എന്ന് പറയുന്ന അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. നമുക്കറിയാം ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് വേജ് റേറ്റും സപ്ലൈ ഓഫ് ലേബറും തമ്മിൽ. വേജ് റേറ്റ് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് ലേബേഴ്സ് വർക്ക് ചെയ്യാൻ കൂടുതൽ റെഡി ആവും. കറക്റ്റ് അല്ലേ? വേജ് റേറ്റ് കൂടിയാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഹു ആർ വില്ലിംഗ് ടു വർക്ക് വിൽ ബി ഗ്രേറ്റർ അറ്റ് എ
ഹൈ വേജ് അല്ലെ, ഹൈ വേജിന് ഈ ലേബേഴ്സ് കൂടുതൽ ജോലി ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. അതേപോലെ തന്നെ ലോവർ അറ്റ് എ ലോ വേജ്, കുറച്ച് വേജ് കുറവാണെങ്കിൽ കുറച്ച് ലേബേഴ്സ് മാത്രമേ വർക്ക് ചെയ്യാൻ റെഡി ആവുന്നുള്ളൂ. അപ്പം ഈ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് കർവ് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. എപ്പോഴും ലേബേഴ്സ് എങ്ങനെയായിരിക്കും, ഹയർ വേജിന് വർക്ക് ചെയ്യാൻ കൂടുതൽ റെഡി ആയിരിക്കും അല്ലെ. വേജ് കുറയുമ്പോൾ കുറച്ചൊന്ന് അവർ ഒരു റിലക്റ്റൻസി കാണിക്കും, അപ്പോൾ സപ്ലൈ ഓഫ് ലേബർ കുറയും. ശരിയല്ലേ? ഓക്കെ. അപ്പം ഈ രണ്ട് കർവ്സിൻ്റെയും ഇൻ്റർസെക്ഷൻ ഉണ്ട്, അവിടെ വെച്ചിട്ട് നമ്മൾ ഇക്വിലിബ്രിയം വേജ് റേറ്റ് ഫിക്സ് ചെയ്യുന്നു. അപ്പം ഇവിടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സ് ആക്സിസ് മെഷേഴ്സ് ക്വാണ്ടിറ്റി ഓഫ് ലേബർ ആൻഡ് വൈ ആക്സിസ് മെഷേഴ്സ് വേജ് ആണ് അല്ലേ. വൈ ആക്സിസിൽ വേജ് ആണ്. ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ലേബറുടെ കർവാണ്. നമുക്കറിയാം ഇറ്റ്സ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. ദിസ് ഇസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദർ ഈസ് ആൻ ഇൻവേഴ്സ് ഓർ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേജ് റേറ്റ് ആൻഡ് what is demand for labor. വേജ് റേറ്റും ഡിമാൻഡ് ഫോർ ലേബറും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. വേജ് ഹൈ ആണെങ്കിൽ എംപ്ലോയേഴ്സ് കുറച്ച് വർക്കേഴ്സിനെ മാത്രമേ ഹയർ ചെയ്യുന്നുള്ളൂ, കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നില്ല വേജ് ഹൈ ആണെങ്കിൽ. കറക്റ്റ് അല്ലേ? വേജ് ലോ ആണെങ്കിൽ കൂടുതൽ ലേബേഴ്സിനെ ഡിമാൻഡ് ചെയ്യും. കറക്റ്റ് ആണോ? അതേപോലെ തന്നെ സപ്ലൈ ഓഫ് ലേബറുടെ കർവാണ് എസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതൊരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. നോക്കൂ, വേജ് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് സപ്ലൈ കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. ഈ ക്വാണ്ടിറ്റി ഇവിടെ ഇങ്ങനെ സപ്ലൈ കൂടിക്കൊണ്ടേയിരിക്കും. കാരണം വേജ് കൂടുമ്പോൾ ലേബേഴ്സിന് അവർ വില്ലിങ് ആവും കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട്. ശരിയല്ലേ? ഓക്കെ. ഇനി നോക്കൂ, ഇവിടെ ഇതാണ് ഇ എന്ന് പറയുന്നത്, ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടില്ല, നമുക്ക് കണ്ടാൽ നമുക്ക് അറിയാമല്ലോ ആ ഇൻ്റർസെക്ഷൻ അല്ലേ, പോയിന്റ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ ലേബർ ആൻഡ് സപ്ലൈ ഓഫ് ലേബർ. അപ്പം ആ ഒരു പോയിന്റിൽ നമ്മൾ വേജ് റേറ്റ് ഫിക്സ് ചെയ്യാണ് ലേബർ മാർക്കറ്റിൽ. ഈ WE എന്ന് പറയുന്ന ഇക്വിലിബ്രിയം വേജ് റേറ്റ് ആണ്. കാരണം ഇത് ലേബർക്കും, അതായത് എംപ്ലോയർക്കും എംപ്ലോയിക്കും, അതായത് നമ്മൾ പ്രൊഡ്യൂസർക്കും അതുപോലെ തന്നെ ലേബേഴ്സിനും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഒരു വേജ് റേറ്റ് ആണ്. കാരണം ഇതിനേക്കാളും മുകളിൽ പോകുന്ന സമയത്ത് വേജ് കൂടിയാൽ ലേബർ ആര് കുറച്ചേ ഡിമാൻഡ് ചെയ്യുള്ളൂ, പ്രൊഡ്യൂസർ കുറച്ചേ ഡിമാൻഡ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ വേജ് താഴോട്ട് വരികയാണെന്ന് വിചാരിക്കും, ഇക്വിലിബ്രിയം വേജിനേക്കാളും ഇച്ചിരി താഴോട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ആര് ലേബേഴ്സ് റെഡിയാവില്ല ജോലി ചെയ്യാനായിട്ട്, അപ്പോൾ സപ്ലൈ കുറയും. ഓക്കെ. അപ്പം ആ രണ്ട് കണ്ടീഷനും ഇല്ലാതെ അല്ലേ, എക്സസ് സപ്ലൈയും എക്സസ് ഡിമാൻഡും അങ്ങനെ രണ്ട് സിറ്റുവേഷനും ഇല്ലാതെ ഇക്വിലിബ്രിയം നിരക്കിലുള്ള ഒരു വേജ് ഫിക്സ് ചെയ്യുന്നത് ഈ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആകുമ്പോഴാണ്. ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പോൾ ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള, അതായത് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ്, അതേപോലെ തന്നെ ലേബേഴ്സും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ട് അല്ലേ, ജോബ് കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പം ഇത്ര വേജിന് ഇത്ര സമയത്ത് ഇന്ന ജോലിക്ക് റെഡിയാണ്, അങ്ങനെയുള്ള ആ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു എററാണ് ശരിക്കും പറഞ്ഞാൽ ഈ അവർ ഇൻറ്ററാക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ ലേബർ മാർക്കറ്റ് എന്ന ടേം ചെയ്യുന്നത്. അതിൽ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ആ ഫോഴ്സസ് ആണ് ശരിക്കും ഇവിടെ വേജ് റേറ്റും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? അപ്പം എന്താണ് ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് മാത്രം വളരെ സിമ്പിളായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ വേറൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്സ് എ ലോട്ട്. ടേക്ക് കെയർ. ബൈ.